ഡേവിഡിനെ തല്ലിച്ചതച്ച് മാളവികയെ രക്ഷിച്ച് ആദർശ്. അങ്ങനെ നാഗേന്ദ്രനും ഡേവിഡും അവൻ്റെ ഗുണ്ടകളും കൂടി നമ്മുടെ മാളവികയെ കൈക്കലാക്കുന്ന കാഴ്ച, പിടിയിലാക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും. അപ്പോൾ മാളവികയാണെങ്കിൽ അവരോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് തന്നെ ഇവിടെ ബന്ദിയാക്കി വെച്ചിരിക്കുന്നത്, എന്തിനാണ് തന്നെ ഇങ്ങനെ ചെയ്തത്, ഞാൻ നിങ്ങളുടെ ഡിസൈനർ മാളവികയാണ് എന്ന് പറയുമ്പോൾ ചാര എന്നും ചാര തന്നെയാണ്. എന്തിനാണ് ഞങ്ങളെ കമ്പനിയെ നീ ചതിക്കാനായിട്ട് ഞങ്ങളുടെ കമ്പനിയിൽ കൂടിച്ചേർന്നത് എന്ന് ചോദിക്കുമ്പോൾ, സാറേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നേ എന്ന് ചോദിക്കാൻ കേട്ടോ. അത് കേട്ടതും തെളിവ് നാഗേന്ദ്രൻ കാണിച്ചു കൊടുക്കുന്നു. നീ എന്തിനാണ് ആദർശായിട്ട് പിന്നെ മിണ്ടുന്നത്, അവനായിട്ട് നിനക്ക് എന്താണ് ബന്ധം എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം ഇനി ചതിച്ചവൾക്കുള്ള ശിക്ഷ നടപ്പിലാക്കാനുള്ള സമയമാണ്. അതായത് നിന്നെ ഇല്ലാതാക്കാനായിട്ട് പോവാണ്, നീ കാരണം ഞങ്ങളുടെ കമ്പനി കൂപ്പുകുത്തിയിരിക്കുകയാണ്, ഞങ്ങളുടെ പ്രതികാരം ഏതാണ്ട് അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിനക്കിനി ഒരു ശിക്ഷയേ ഉള്ളൂ, മരണശിക്ഷ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ മാളവികയെ കെട്ടിത്തൂക്കാനായിട്ട് ഒരുങ്ങുന്ന ആ സമയം രക്ഷകനായി നിർത്തടോ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് വരുന്നു. ആദർശിനെ കണ്ടതും നാഗേന്ദ്രനാണെങ്കിൽ ഓടിയൊളിക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം ഗുണ്ടകളെയും നമ്മുടെ ഡേവിഡിനെയും എല്ലാവരെയും തല്ലിയൊതുക്കുന്ന നമ്മുടെ ആദർശിനെ കാണാനായിട്ട് സാധിക്കും. തുടർന്ന് ആദർശ് പറയുന്നുണ്ട്, എടോ മാളവികയുടെ പുറകെ എൻ്റെ ആൾക്കാരുണ്ടായടോ, എനിക്കറിയാം നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യുമെന്ന്, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കൃത്യസമയത്ത് മുമ്പ് തന്നെ ഇവിടെ എത്താനായിട്ട് സാധിച്ചത്, ഇവളെ രക്ഷിക്കാനായിട്ട് സാധിച്ചത്. പിന്നെ താൻ വെറും ബിനാമിയാണെന്നൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞടോ, എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി തനിക്ക് സുഖമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. ഇനി താനോ തൻ്റെ നാഗേന്ദ്രൻ എന്ന് പറയുന്നവനോ എൻ്റെ മുതലാളിയോ എനിക്ക് തടസ്സമായിട്ട് വന്നാൽ ഇതായിരിക്കില്ല സ്ഥിതി എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് മാളവികയെയും കൊണ്ടുപോകുമ്പോൾ ഓടി മാഞ്ഞ നാഗേന്ദ്രൻ നമ്മുടെ ആദർശിൻ്റെ കൺമുൻപിൽ വരുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ നാഗേന്ദ്രനും ആദർശും മുഖാമുഖം കണ്ട് പോര് വിളിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധ.